ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പേജ് നമ്പർ നിങ്ങൾക്കറിയാമല്ലോ 103 103 പേജിൽ ടേബിൾ 4.5 കീഴെ വ്യായാമത്തിൻ്റെ പ്രയോജനം എന്നുള്ളതിന് കീഴെയുള്ള പാഠഭാഗമാണ്. അസ്ഥികളുടെയും പേശികളുടെയും തകരാറ് എന്നുള്ള ഒരു ഭാഗമുണ്ട്. ഡിസോർഡേഴ്സ് ഓഫ് ബോൺ ആൻഡ് മസിൽസ്. ഓക്കെ, അസ്ഥികളുടെയും പേശികളുടെയും തകരാറ് എന്നുള്ള ആ പാഠഭാഗമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, 145 ചോദ്യമായിട്ട് തന്നിരിക്കുന്ന ഒരു വൺ വേർഡ് ചോദ്യമാണ്. കണ്ടിന്യൂസ് ആൻഡ് എക്സസീവ് മസിൽ ആക്ടിവിറ്റി വിൽ ഡൈവേഴ്സ്ലി അഫക്റ്റ് ദ ഫങ്ഷൻ ഓഫ് ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസിൽസ് എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ അത് എന്തായിരിക്കും സംഭവിപ്പിക്കുന്നത്, അതായത് ശരിയല്ലാത്ത രീതിയിൽ മസിലിനെ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം. വാട്ട് വിൽ കോസ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ദ അഡ്വേഴ്സിറ്റി അഫക്റ്റ്, ഹൗ അഡ്വേഴ്സിറ്റി ഈ മസിൽസ് ആർ അഫക്റ്റഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാവുന്നതാണ് കണ്ടിന്യൂസ് ആൻഡ് എക്സസീവ് ആക്ടിവിറ്റി ഓഫ് ദ മസിൽസ്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു വൺ വേർഡ് പോലെയാണ് ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത്. ഇതും ഒരു ചോദ്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഓക്കെ, ഇനി 146 ചോദ്യമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. 146 ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. എന്താണ്? വാട്ട് ഈസ് ഓസ്റ്റിയോപൊറോസിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് പാർട്സ് ഓഫ് ദ ബോൺസ് ഗെറ്റ് ഡാമേജ്ഡ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ അസ്ഥിയുടെ പല ഭാഗങ്ങളും എന്ത് ചെയ്യുന്നു? ഡാമേജ് ആയിത്തീരുന്നു. ആൻഡ് ദ ഡെൻസിറ്റി ഓഫ് ദ ബോൺസ് ഡിറ്റോറിയേറ്റ്സ്. അതുപോലെ തന്നെ ആ ബോണിൻ്റെ അല്ലെങ്കിൽ അസ്ഥിയുടെ സാന്ദ്രത കുറയുന്നു. ദേ ബിക്കം പോർസ്. അവയ്ക്ക് അതിൻ്റെ പരിണിത ഫലമായിട്ട് അവയ്ക്ക് എന്താണ് ഉണ്ടാവുക? ഈ രോഗാവസ്ഥയിൽ ഈ അസ്ഥികളിൽ ചെറിയ ചെറിയ പോർസ് എന്നിവ രൂപപ്പെടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ സുഷിരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് പോകുന്നത്? അസ്ഥിഭാഗങ്ങൾ നശിച്ച് ചെറിയ ചെറിയ സുഷിരങ്ങൾ രൂപപ്പെട്ട് അസ്ഥിയുടെ കാഠിന്യം നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുന്നു. ദിസ് ഈസ് എ കണ്ടീഷൻ, ഇതൊരു അവസ്ഥയാണ്. ഇൻ വിച്ച് പാർട്സ് ഓഫ് ദ ബോൺസ് ഗെറ്റ് ഡാമേജ്ഡ്. ബോണിൻ്റെ ഭാഗങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകുന്നു. ആൻഡ് ഡെൻസിറ്റി ഓഫ് ദ ബോൺ ഡിറ്റോറിയേറ്റ്സ്. ബോണിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ അസ്ഥിയുടെ കാഠിന്യം കുറയുന്നു. ആസ് ദേ ബിക്കം പോർസ്. അതിനകത്ത് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ കോസ് ഓഫ് എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓസ്റ്റിയോപൊറോസിസിൻ്റെ കാരണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ, കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി ലീഡ്സ് ടു ദിസ് ഡിസീസ്. എന്താണ് അപ്പോൾ സംഭവിക്കുന്നത്? ഡെഫിഷ്യൻസി ഓഫ് ഏതെല്ലാം സാധനങ്ങളാണ്, അല്ലെങ്കിൽ ഏതിൻ്റെ എല്ലാം കുറവാണ്? പ്രോട്ടീൻ്റെയും കാൽസ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് എന്താണ് ചെയ്യുന്നത്? ഈ അസുഖത്തിലേക്ക് ആളുകളെ സാധാരണയായിട്ട് കൊണ്ടെത്തിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഓസ്റ്റിയോപൊറോസിസ് വരാതിരിക്കണമെങ്കിൽ എങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കണം? പ്രോട്ടീൻ അടങ്ങിയതും കാൽസ്യം അടങ്ങിയതും വൈറ്റമിൻ ഡി അടങ്ങിയതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കണം. ഇനി 148 ചോദ്യമാണ്. വാട്ട് ഈസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇൻ സം പീപ്പിൾ ഇമ്മ്യൂൺ സിസ്റ്റം മേ ഡിസ്ട്രോയ് ദെയർ കാർട്രിഡ്ജസ് ആൻഡ് സൈനോവിയൽ മെംബ്രെയിൻ. ചില ആളുകളിൽ എന്താണ് ചെയ്യിക്കുന്നത്? അവരുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആ സിസ്റ്റം തന്നെ അവരുടെ കാർട്രിഡ്ജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തരുണാസ്ഥികളെ നശിപ്പിക്കാം, അല്ലെങ്കിൽ സൈനോവിയൽ മെംബ്രെയിനെ നശിപ്പിക്കാം. ദിസ് കോസ് സിവിയർ പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഇൻ ദ ജോയിൻറ്റ്സ്. ഇവ എന്ത് ചെയ്യുന്നു? ശരീരത്തിലെ ജോയിൻറ്റുകളിൽ അതികഠിനമായ വേദന നൽകുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇതിനെ ഈ തരത്തിൽ കാർട്രിലേജുകൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സൈനോവിയൽ മെംബ്രെയിൻ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതികഠിനമായ വേദനയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി 149 ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഹൂ ഈസ് മോർ പ്രോൺ ഫോർ എന്താണ്? ആരാണ് കൂടുതലായിട്ട് ഈ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് വരുവാനായിട്ട്, ആർക്കാണ് കൂടുതലായിട്ട് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് വരുവാനായിട്ട് സാധ്യത ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഡിസോർഡർ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഫൗണ്ട് മോർ ഇൻ വുമൺ. അതായത് സ്ത്രീകളിലാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് കൂടുതലായിട്ട്
കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിന് 150-ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, വൈ, എന്തുകൊണ്ടാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് കൂടുതൽ ഡിസോർഡർ മോർ ഇൻ വുമൺ ദാൻ മെൻ? സ്ത്രീകളിൽ ഇത് കൂടുതൽ വരുന്നത് ആണുങ്ങളെക്കാൾ അല്ലെങ്കിൽ പുരുഷന്മാരെക്കാൾ. അതിന് 2 കാരണങ്ങളായിട്ട് നമുക്ക് എഴുതാം. വുമൺ ഗെറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഇൻ ഫാർ ഗ്രേറ്റർ നമ്പർ ദാൻ മെൻ. അതായത് സ്ത്രീകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതായത് സ്വയം ഇമ്മ്യൂണിറ്റിയെ നശിപ്പിക്കുന്ന അസുഖം സ്ത്രീകൾക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഇതിന് കാരണമായി തീരും. രണ്ടാമതായിട്ട്, ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ഹോർമോൺസ് അഫക്ട് ദ റിസ്ക്. അതായത് ഈ സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഒരു ഹോർമോണുകളും എന്ത് ചെയ്യുന്നു? അവർക്ക് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് വരുവാനുള്ള സാധ്യതയെ കൂടുതൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ 151-ാമത്തെ ചോദ്യമാണ്. എന്താണ് ഈ 151-ാമത്തെ ചോദ്യം? മസ്കുലർ ഡിസ്ട്രോഫി അല്ലെങ്കിൽ പേശീക്ഷയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് വെച്ചാൽ എന്താകുന്നു പേശീക്ഷയം? മസ്കുലർ ഡിസ്ട്രോഫി ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് മസിൽസ് ഗെറ്റ് ഡാമേജ് ഡ്യൂ ടു വേരിയസ് റീസൺ. ഓക്കെ, പല കാരണങ്ങൾ കൊണ്ട് മസിലുകൾക്ക് ഡാമേജ് സംഭവിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. മസിൽസ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വളരെ വീക്കായിത്തീരുന്നു, ശക്തി ക്ഷയിച്ചു പോകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഹൂം വി സി മസ്കുലർ ഡിസ്ട്രോഫി? ആരിലാണ് കൂടുതലായിട്ട് ഈ മസ്കുലർ ഡിസ്ട്രോഫി നമ്മൾ കാണപ്പെടുന്നത്? മസ്കുലർ ഡിസ്ട്രോഫി ഈസ് ഓഫൺ സീൻ ഇൻ ബോയ്സ്. ആൺകുട്ടികളിലാണ് മസ്കുലർ ഡിസ്ട്രോഫി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പോകുന്നത്, വൈ ബോയ്സ് ഗെറ്റ് മോർ മസ്കുലർ ഡിസ്ട്രോഫി? ആൺകുട്ടികളിലാണ് ഇത് കാണപ്പെടുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് അത് ബോയ്സിൽ കൂടുതൽ കാണപ്പെടുന്നത് എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ദ ചേഞ്ച് ദാറ്റ് ഒക്വേഴ്സ് ഇൻ ദ ജീൻസ് ഈസ് ചീഫ് റീസൺ ഫോർ ദിസ്. അതായത് ആൺകുട്ടികളുടെ ശരീരത്തിലുണ്ടാകുന്ന ജീനുകളുടെ ആ ചേഞ്ചുകൾ, ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ അസുഖം വരുവാനായിട്ട് കാരണമായി തീർന്നിരിക്കുന്നത്. ഐ സപ്പോസ് ഇത്രയും പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്ക് എന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വാട്ട് ഈസ് സ്പ്രെയിൻ? എ സ്പ്രെയിൻ ഈസ് ആൻ ഇഞ്ചുറി വിച്ച് ഈസ് കോസ്ഡ് ബൈ ദ stretching or breaking of ligaments which connect the bones in joint. അതായത് സ്പ്രെയിൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പ്രെയിനിന് കാരണമായി തീരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ്. അതായത് നമ്മളുടെ ലിഗമെൻറ്റുകൾക്ക് സ്ട്രെച്ച് സംഭവിക്കുകയോ അല്ലെങ്കിൽ പൊട്ടൽ സംഭവിക്കുകയോ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ സ്പ്രെയിൻ എന്ന് പറയുന്നത്. അത് എസ്പെഷ്യലി എവിടെയാണ്? ബോണുകളുടെ ജോയിൻറ്റിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകടം സംഭവിക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്ത് കാരണങ്ങൾ കൊണ്ട്? സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് ലിഗമെൻറ്റ്സ്, അതായത് ഈ പേശികളുടെ വലിയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പേശികൾ പൊട്ടുന്നതുകൊണ്ടോ, വിച്ച് കണക്ട് ദ ബോൺസ് ജോയിൻറ്റ്, അതായത് ബോണിനെ ജോയിൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന അതിന് സംഭവിക്കുന്ന സ്ട്രെയിനുകൾ കൊണ്ടാണ്. ഇനി 155-ാമത്തെ ചോദ്യം, വിച്ച് ആർ ദ ഏരിയ സ്പ്രെയിൻ ഈസ് അഫക്റ്റഡ്? ഏതെല്ലാം ഭാഗങ്ങളിലാണ് ഈ സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്ക് സംഭവിക്കുവാനായിട്ട് സാധ്യതയുള്ളത്? സ്പ്രെയിൻ യൂഷ്വലി അഫക്റ്റ് ജോയിൻസ് ഇൻ ദ ആങ്കിൾ, റിസ്റ്റ്, നീസ് എക്സെട്ര. അതായത് നമ്മളുടെ കൈകളുടെയും കാലുകളുടെയും ഒക്കെ എവിടെയാണ്? ജോയിൻറ്റുകളിലാണ് സ്പ്രെയിൻ സാധാരണയായിട്ട് സംഭവിക്കുന്നത്. ഇനി 156-ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് സ്പ്രെയിൻ? എന്തെല്ലാമാണ് ഈ സ്പ്രെയിനിൻ്റെ സിംറ്റമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാമാണ് ഇവയുടെ എന്താണ് പറയുന്നത്? ലക്ഷണങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? നമുക്ക് തന്നെ ചോദിക്കാം. നമ്മുടെ കാലുളുക്കി കഴിഞ്ഞാൽ വേദന, വീക്കം, ചതവ്, സന്ധി ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയെല്ലാമാണ്. അപ്പോൾ എന്തൊക്കെയാണ്? സ്വെല്ലിങ്, വേദന, പെയിൻ, സ്വെല്ലിങ്, വീക്കം, സന്ധി അതുപോലെ തന്നെ എന്താണ് ചെയ്യുന്നത്? ഡിഫിക്കൽട്ടി ഇൻ മൂവിങ് ദ ജോയിൻസ്. എന്താണ് ചെയ്യുന്നത്? ഈ ജോയിൻറ്റുകളെ മൂവ് ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഏതാണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ചതവ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ സ്പ്രെയിനിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് അല്ലെങ്കിൽ സിംറ്റങ്ങളായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് ഉള്ളത്. ഇനി നമ്മൾ പോകുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ 4.6 വേരിയസ് ബോൺസ് ആൻഡ് മസ്കുലർ ഡിസോർഡേഴ്സ് എന്ന ഭാഗത്തേക്കാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ.